ഹായ്, ഞാൻ ഇന്നൊരു പാൻറ്റ് മൂന്നാമത്തെ പാർട്ടാണ്. പാൻറ്റിൽ ഒത്തിരി പാൻറ്റുണ്ട് കേട്ടോ. പലാസ പാൻറ്റുണ്ട്, നമുക്ക് പിന്നെ 12V പാൻറ്റുണ്ട്, പിന്നെ സിഗരറ്റ് പാൻറ്റുണ്ട്, പാരലൽ പാൻറ്റുണ്ട്, സാധാ പാൻറ്റുണ്ട്. അതുപോലെ പാൻറ്റ്സ് ഒരുപാട് മോഡലുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത മോഡൽ വന്നുകൊണ്ടിരിക്കും. ഈ ഡ്രസ്സിൻ്റെ മോഡൽ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്നത്. വേറെ ഒന്ന് ആരെങ്കിലും ഇറക്കിക്കൊണ്ട് വരും. ചിലപ്പോൾ നിങ്ങളാവാം, ചിലപ്പോൾ ഞാനാവാം, ചിലപ്പോൾ കമ്പനിയാവാം. ആരെങ്കിലുമൊക്കെ ഒരു മോഡൽ ഇറക്കിക്കൊണ്ടുവരുമ്പോൾ അത് ഇഷ്ടപ്പെടുമ്പോൾ ആൾക്കാർ വീണ്ടും അതിലേക്ക് അങ്ങ് മാറും. അതുകൊണ്ട് നമുക്ക് ഒരു ഡ്രസ്സും ഇന്ന മോഡൽ ഒരു മോഡൽ ഇതുവരെ ഫിക്സഡ് ആയിട്ട് നിന്ന ഒറ്റ മോഡലും ഇല്ല. അതുകൊണ്ട് നമുക്ക് മോഡൽ മാറി മാറി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തയ്ക്കാൻ പഠിച്ചിരുന്നാൽ, അതായത് ഒരു ഡ്രസ്സ് കട്ട് ചെയ്ത് തയ്ക്കാൻ പഠിച്ചാൽ മോഡൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അതിൽ പിന്നെ മറ്റ് കൺഫ്യൂഷനൊന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെട്ടാൻ പഠിക്കുന്നു, തയ്ക്കാൻ പഠിക്കുന്നു, പിന്നെ അതിൽ മോഡൽ മാറ്റാൻ നമ്മളെ ഐഡിയ അനുസരിച്ച് അതൊരു പടം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ വരില്ല. അപ്പം നമ്മളങ്ങ് ചേഞ്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ വെട്ടാൻ പഠിക്കുന്നത് ഒരു സിഗരറ്റ് പാൻറ്റാണ്. സിഗരറ്റ് പാൻറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ടൈറ്റ് ആയിരിക്കും, 2 പോക്കറ്റ് ഉണ്ടാവും, മുകളിൽ ഇലാസ്റ്റിക് ഉണ്ടാവും, അത്യാവശ്യം ടൈറ്റ് പാൻറ്റാണ്. അതായത് ലൂസ് ഇല്ലാതെ, നമ്മൾ ഇന്ന് തച്ചത് കുറച്ച് ലൂസുള്ള പാൻറ്റ്. അതെന്ന് വെച്ചാൽ സാധാരണ ഒരു സാധാ പാൻറ്റ്, അതായത് പട്ടിയാല പാൻറ്റൊക്കെ ഉപയോഗിക്കുന്ന ഒരാളിന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പാൻറ്റ് ലൂസായിട്ട് തച്ചതാണ്. ഒരു മോഡലും ഇല്ലാതെ സിമ്പിളായിട്ട് വെച്ചതാണ്. ഇന്ന് നമ്മൾ തയ്ക്കാൻ 2 പോക്കറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ആങ്കിളിൻ്റെ വിത്ത് എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്, കാലിൽ ടൈറ്റ് ചെയ്ത് കിടക്കുന്ന മോഡൽ. പിന്നെ ഒരു വെട്ടുണ്ടാവും. പിന്നെ അതിന് വേണമെങ്കിൽ നമുക്ക് 2-3 ബട്ടൺ കൊടുക്കാൻ പറ്റും. പിന്നെ മുകളിൽ ഇലാസ്റ്റിക്കാണ്. ഇതാണ് എൻ്റെ പേര്. കാരണം ടൈറ്റ് മോഡലാണ്. സിഗരറ്റ് പാൻറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ടൈറ്റ് ആയിരിക്കും. അപ്പം നമുക്കിന്നത് വെട്ടാം. ഓക്കെ, നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ആയത് കേട്ടോ, ഈ വീഡിയോ ഒക്കെ ഇടാനായിട്ട്. ഞാനും ഭയങ്കര ഹാപ്പിയാണ്, സത്യം പറഞ്ഞാൽ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമുക്കിനി മൂന്നാമത്തെ പാൻറ്റിലേക്ക് പോവാം. ഓക്കെ, മൂന്നാമത്തെ പാൻറ്റിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് പോവാം. ഇതിലേക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കട്ടിയുള്ള തുണിയാണ്. അതായത് പാൻറ്റ് പോക്കറ്റ് വെച്ച പാൻറ്റ് തയ്ക്കുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള തുണിയാണ് നല്ലത്. ഇത് കണ്ടോ, അത്യാവശ്യം കട്ടിയുള്ളത്, ഒരുപാട് കട്ടിയല്ല, കോട്ടനാണ്. നല്ലൊരു കോട്ടൺ തുണിയാണ്, ഖാദി കോട്ടൺ പോലത്തെ ഒരു തുണിയാണിത്. അപ്പം നമുക്കിതിന് വേണ്ടത് 37 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. അപ്പം നമുക്ക് കണക്ക് കൂട്ടാം, കാൽക്കുലേറ്റ് ചെയ്യാം. 37 ഇഞ്ച് ഇറക്കം എന്ന് പറയുമ്പോൾ 37 ഇഞ്ച് ഇറക്കം. അപ്പം നമ്മൾ 1.5 ഇഞ്ച് മുകളിൽ മടക്കി പോകും. അപ്പോൾ എത്ര വരും? 38.5 അല്ലേ? 38.5, 1.5 ഇഞ്ച് മുകളിൽ. അത് 1 ഇഞ്ച് ഇലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ മാത്രമാണ് 1.5 ഇഞ്ച് മടക്കി പോകുന്നത്, മുകളിൽ 1.5 ഇഞ്ച് മുകളിലിടുന്നത്. പക്ഷേ നമ്മൾ ചിലർക്ക് 1.5 ഇഞ്ച് ഇലാസ്റ്റിക് വേണ്ടി വരും. കാരണം വീതിയുള്ള ഇലാസ്റ്റിക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത്യാവശ്യം ഒരുപാട് പെട്ടെന്ന് ലൂസായി പോകത്തില്ല. വീതി ഇലാസ്റ്റിക് വലുതാകും തോറും നമുക്ക് ലാസ്റ്റ് ചെയ്യും. കാരണം കുറച്ച് സമയം കൂടുതൽ കിടക്കും. ഇലാസ്റ്റിക് ചെറുതാകുമ്പോൾ പെട്ടെന്ന് വലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ 1.5 ഇഞ്ച് ഇലാസ്റ്റിക് ഇടുവാണെങ്കിൽ അവർക്ക് 2 ഇഞ്ച് മാറ്റണം കേട്ടോ. 2 ഇഞ്ച് മുകളിൽ മാറ്റം. അപ്പോൾ 32, 39. താഴത്ത് സിഗരറ്റ് പാൻ എന്ന് പറയുമ്പോൾ 1.5 ഇഞ്ച് താഴെ ഇടണം. അതായത് 1 ഇഞ്ച് മടക്കാനും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കാനും. അപ്പോൾ 1.5 ഇഞ്ച് അവിടെ ഇടണം. അപ്പോൾ 37 + 1.5 + 2. ഇവിടെ നമുക്കിപ്പോൾ 1 ഇഞ്ച് ഇലാസ്റ്റിക്കാണ്, അതുകൊണ്ട് +1.5. ഓക്കെ, അപ്പോൾ 1.5, 1.5, 3, 37, 40 ഇഞ്ച് ഇട്ട് വെട്ടിയാലേ 40 ഇഞ്ച് ഇട്ട് വെട്ടിയാൽ മാത്രമാണ് നമുക്ക് 37 ഇഞ്ച് ഇറക്കം കിട്ടുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മൾ എപ്പോഴും ഇറക്കം മാത്രം ഇട്ട് വെട്ടരുത്. മുകളിലത്തെ ഇലാസ്റ്റിക്കിനും താഴത്തെ ബോട്ടം വിത്തിനും നമ്മൾ എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. അത് എപ്പോഴും നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ വണ്ണം ഇട്ട് തയ്ക്കുമ്പോൾ പാൻറ്റ് 2 സൈഡും കട്ട് ചെയ്ത പാൻറ്റ് ആണെങ്കിൽ ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, ഇവിടുത്തെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, ഇവിടുത്തെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, ബാക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അതിന് നിങ്ങൾ തുണി ഇട്ട് തന്നെ കട്ട് ചെയ്യണം. അത് ഞാൻ കഴിഞ്ഞ പാൻറ്റിന് പറയാത്തതെന്ന് വെച്ചാൽ അതിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ വണ്ണത്തിൽ തച്ചത് കൊണ്ട് ഒറ്റ കട്ടാണ്. അത് ഇവിടെ എങ്ങും കട്ടില്ല. പക്ഷേ സിഗരറ്റ് പാൻ എന്ന് പറയുമ്പോൾ ഇവിടെ കട്ടുണ്ട്. കാരണം പോക്കറ്റ് വയ്ക്കണമെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് പോക്കറ്റ് വെച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. 4 ഭാഗത്തും തയ്യലുണ്ടെങ്കിൽ 1/2 ഇഞ്ച് 1/2 ഇഞ്ച് 1, 2, 3, 4. അപ്പോൾ എത്ര? 4 ഇഞ്ച് വണ്ണം കൂട്ടി വെട്ടണം. അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. എപ്പോഴും തയ്യൽ തുമ്പ് എവിടെയൊക്കെ വരുന്നോ അതിനെല്ലാം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാറ്റിയിട്ട് വെട്ടിയിരിക്കണം. അത് മറന്നു പോകരുത്. അപ്പം നമ്മൾ 4 ഇഞ്ച് വണ്ണം കൂട്ടിയിട്ട് ഇതിന് വെട്ടണം. അപ്പം നമുക്കിതിന് വേണ്ടത് 34 ഇഞ്ച് വണ്ണമാണ്. 34 ഇഞ്ച് വണ്ണം +4, അപ്പം 38 ഇട്ട് വെട്ടണം. 38 ഇട്ട് നമ്മൾ വെട്ടണം. എങ്കിലേ നമുക്ക് 34 കിട്ടുള്ളൂ. അറിയാമല്ലോ, 1/2 ഇഞ്ച് വീതം എല്ലാ പാർട്ടിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. ഇവിടെയും ഇവിടെയായിട്ട് 1 ഇഞ്ച് പോകും, ഇവിടെയായിട്ട് 1 ഇഞ്ച് പോകും, ഇവിടെയായിട്ട് 1 ഇഞ്ച് പോകും, ഇവിടെയും ബാക്കിലും 1 ഇഞ്ച് പോകും. പിന്നെ പാൻറ്റ് വെട്ടിൻ്റെ തുടക്കം കുറിക്കാം. അപ്പം നമ്മളിവിടെ നമുക്ക് ഇത്ര 40 ഇഞ്ചാണ് ഇട്ട് വെട്ടേണ്ടത്. 40 ഇഞ്ച് മറന്നു പോകരുത്. 40 ഇഞ്ച് അറിയാലോ, 40 ഇഞ്ച് ഇട്ട് വെട്ടിയാലേ 37 ഇഞ്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് 40 ഇഞ്ചിട്ടാണ് ഞാൻ വെട്ടുന്നത്.
അപ്പോൾ ഇവിടെ അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളടുത്ത് പറഞ്ഞു ഇതിൻ്റെ ഏറ്റവും ഈ എന്താ ആംഗിൾ വിട്ട് കൊടുക്കുമ്പോൾ എൻഡിൽ പോകണം. എൻഡിൽ നമ്മൾ ഇടുപ്പ് വശം പോകണം. അതായത് ആംഗിൾ വിത്ത് മിഡിലിൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറേ തുണി ലാഭിക്കാൻ പറ്റും. അതായത് ഇവിടെ നിന്ന് നമ്മൾ ആംഗിൾ വിത്ത് വെട്ടുമ്പോൾ ഇതിൻ്റെ ഇങ്ങോട്ടുള്ള കുറച്ച് തുണി നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് കുറച്ച് എന്തെങ്കിലും ഉപയോഗിക്കാം. ചിലപ്പോൾ ചിലപ്പോൾ കസ്റ്റമർ പല രീതിയിലാണ്. ചിലർ 2 മീറ്റർ കൊണ്ടുവരും, ചിലപ്പോൾ 1.5 മീറ്റർ കൊണ്ടുവരും, ചിലപ്പോൾ 2.5 മീറ്റർ കൊണ്ടുവരും. അപ്പോൾ നമ്മളത് അനുസരിച്ച് വിടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ആംഗിൾ ലെന്ത് ആംഗിൾ വിത്ത് ഇവിടെ നിന്ന് വെട്ടണം. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ആംഗിൾ വിത്ത് എത്രയെന്നറിയാമോ? നമുക്ക് എത്രയാണ് വേണ്ടത്? 12 മതി. അപ്പോൾ 6 ഇഞ്ചാണ് നമുക്ക് ആംഗിൾ വന്നത്. 6 ഇഞ്ച് മതി. അപ്പോൾ 6 ഇഞ്ച് വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും, ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അപ്പോൾ 2 ഇഞ്ച് പോവും. അപ്പോൾ എത്ര ഇട്ട് വെട്ടണം? 8 ഇഞ്ച് ഇട്ട് വെട്ടണം. 8 ഇഞ്ച്. 6 എന്ന് പറയുമ്പോൾ ചുറ്റളവ് 6 ഇഞ്ചല്ല, ഞാൻ പകുതിയാണ് എടുക്കുന്നത്. 4-1, അതായത് ഒരു പാൻറ്റിൻ്റെ കാലിൻ്റെ പകുതി 6 ഇഞ്ച്. അപ്പോൾ 12 ഇഞ്ച് വരും. അപ്പോൾ 12 എന്നുള്ളത് നമ്മൾ 16 ഇട്ട് വെട്ടണം. അതായത് ഇവിടെയും ഇവിടെയായിട്ട് 1 ഇഞ്ച് 2 ഇഞ്ച് പോവും. അപ്പോൾ 12 14 ഇട്ട് വെട്ടണം. അതായത് ഇവിടെ 1 ഇഞ്ച് പോവും, ഇവിടെ 1 ഇഞ്ച് പോവും. 1/2 ഇഞ്ച് 1/2 ഇഞ്ച്, ഇവിടെ 1/2 ഇഞ്ച് 1/2 ഇഞ്ച്. അപ്പം നമ്മൾ 6 ഇഞ്ച് എന്നുള്ള 7 ഇഞ്ച് ഇട്ട് വെട്ടണം. 7 ഇഞ്ച് ഇവിടെ ഒരു മാർക്ക് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു വരയും കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത് നമ്മളിവിടെ ഇതിൻ്റെ എൻഡ് ഭാഗം, അതായത് ഇതിൻ്റെ നമ്മുടെ വേസ്റ്റ് ഭാഗം നമുക്ക് വേണ്ടത് 34 ഇഞ്ചാണ്. അപ്പം ഞാൻ പറഞ്ഞു 34-ൽ 4 കൂടെ ചേർക്കണമെന്ന്. 4 സൈഡിലും ഇത് തയ്യൽ തുമ്പ് പോകും. അതുകൊണ്ട് 4 കൂടെ കൂട്ടണം. അപ്പോൾ 34, 4, 38. 38-ന് 4ആയിട്ട് ഭാഗിച്ചതിൽ ഒരു ഭാഗമാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ എത്രയെന്നറിയാമല്ല? 38-ൻ്റെ പകുതി എത്ര വരും? 19. 19-ൻ്റെ പകുതി എത്ര വരും? ഒരു 9.5 ഇഞ്ച് ഇവിടെ വരും അല്ലേ? 9.5 ഇഞ്ച്. നമുക്ക് ഒരു 9 ഇഞ്ച്, കറക്റ്റ് 9.5 മതി കേട്ടോ. കാരണം 1/2 ഇഞ്ച് ഇവിടെ തയ്യൽത്തുമ്പോൾ 1/2 ഇവിടെ തയ്യൽത്തുമ്പോൾ അത്രേ പോകുള്ളൂ. അപ്പം നമുക്ക് 9.5 ഇഞ്ച് എടുത്തു. 9.5 ഇഞ്ച്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്രോച്ച് ലെന്ത്. ക്രോച്ച് ലെന്ത് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മളിങ്ങനെ പാൻറ്റിൻ്റെ ഈ ഭാഗത്ത് വെട്ടിപ്പോകുന്നതാണ് ക്രോച്ച് ലെന്ത്. ക്രോച്ച് ലെന്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു. ഇവിടെ നമുക്ക് എത്ര വേണ്ടത്? 2 ഇഞ്ച്, 1.5 ഇഞ്ച് അല്ലേ? 1.5 ഇഞ്ച് നമുക്ക് 1.5 ഇഞ്ച് ഒരു 2 ഇഞ്ച് കൊടുക്കാം. കാരണം ഇതിനകത്ത് മടക്കി പോകും. 1/2 ഇഞ്ച് കൂടെ മടക്കി വെച്ചാൽ കുറച്ചുകൂടെ ഭംഗി കിട്ടും. അപ്പോൾ 2 ഇഞ്ച് ഇവിടെ വിട്ടിട്ട്, അപ്പം നമ്മൾ 2 ഇഞ്ച് വെട്ടിയിട്ട് പിന്നെ നമ്മൾ ക്രോച്ച് ലെന്ത് എന്ന് പറയുന്നത് നമുക്ക് എടുക്കേണ്ടത് ഇത് പോയിട്ട്, അതായത് ഈ 2 ഇഞ്ച് പോയിട്ട്, അല്ലെങ്കിൽ ടോട്ടൽ 15 ഇഞ്ച് എടുക്കണം കേട്ടോ. 15 ഇഞ്ച് എടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആകുള്ളൂ. അപ്പോൾ 15 ഇഞ്ചിൽ ഇവിടെ 2 ഇഞ്ച് പോയി ബാക്കി 13 ഇഞ്ച് ക്രോച്ച് ലെന്ത് വരണം. സ്ത്രീകൾക്ക് 13 ഇഞ്ച് ക്രോച്ച് ലെന്ത് വന്നാലേ പിടിക്കാതെ ഇടാൻ പറ്റുള്ളൂ കറക്റ്റ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ലോ വേസ്റ്റ് ഭംഗിയാണെന്നും പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ലെന്ത് കുറയ്ക്കരുത്. അങ്ങനെ വരുമ്പോൾ പിടിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 13 ഇഞ്ച് എടുക്കണം. പിന്നെ നമുക്ക് കൊടുക്കാൻ കുറച്ച് ലെന്ത്, കുറച്ച് ഫ്രണ്ട് പീസ്, ബാക്ക് പീസ് കുറച്ച് കൂട്ടിയിട്ട് ഫ്രണ്ട് പീസ് കുറച്ച് കൊടുക്കുക. അതായത് ഫ്രണ്ട് പീസ് കുറച്ച് വെട്ടി കൊടുക്കാം. അത് നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തെ. അപ്പം നമുക്കിവിടെ ഒരു വര വരച്ചു അല്ലേ? ഇവിടെ നമ്മൾ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു വര വരച്ചു. അപ്പം നമുക്കിവിടെ വേണ്ടത് എത്രയെന്ന് അറിയാമല്ലോ? എത്രയാണ്? 13. ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് ഒരു 9.5. ഇവിടെ നിന്ന് അടുത്ത് ഇവിടെ വന്നിട്ട് നമുക്ക് കാലുവണ്ണ എവിടെയാണുള്ളതെന്ന് അറിയാമല്ലോ? കാലുവണ്ണ നമുക്ക് 26 വേണ്ടത്. ഇവിടുത്തെ വണ്ണം 26 ഉണ്ട്. അപ്പോൾ 26, ഇവിടെ 1 ഇഞ്ച്, ഇവിടെ 1 ഇഞ്ച്. അപ്പോൾ 8 ഇഞ്ച് 2 ഇഞ്ച് കൂട്ടി വിടണം. അപ്പോൾ എത്ര? 28 ഇഞ്ച്. ആ 28-ൽ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടാണ് ഇവിടെ വരച്ചിട്ടുള്ളത് കേട്ടോ. 28-ൽ സ്ട്രൈറ്റ് ആയിട്ടാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വണ്ണം വരുന്നത് ഇവിടെയാണ്, കണ്ടല്ലോ? ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് നമ്മളെ വണ്ണം വരുന്നത്. 9.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 26 ഇഞ്ചാണ് കാലുവണ്ണം വേണ്ടത്. ഇപ്പം നമുക്കവിടെ 28 ഉണ്ട്. അപ്പോൾ 28. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് ഈ സ്ട്രൈറ്റ് ഇതേപോലെ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഒതുക്കി തന്നെ വരയ്ക്കണം കേട്ടോ. അതിൻ്റെ കാലുവണ്ണമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തോളാം. കാരണം ഇവിടെ നിന്നും കാലുവണ്ണം നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തർക്കും ഒരേ സൈസാണ്. നമ്മൾ അളവെടുക്കുന്ന രീതി ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ അളവെടുക്കുന്ന രീതി, പാൻറ്റ് അളവെടുക്കുമ്പോൾ ഇവിടെ നിന്നാണ് പിടിച്ചെടുക്കേണ്ട, സൈഡിൽ, നടുക്കല്ല. ഒരിക്കലും ഇവിടെ നിന്ന് പിടിക്കല്. പാൻറ്റ് ഇവിടെ നിന്നാണ് പിടിക്കാൻ, ഈ സൈഡിൽ. ഈ 2 കട്ട് വരുന്നില്ല ഭാഗം, പോക്കറ്റ് വരുന്നില്ല ഭാഗം, അവിടെ തൊട്ട് ആംഗിൾ ലെന്ത് വരെ നമ്മൾ അളവെടുക്കണം. ഇറക്കം എടുക്കണം. പിന്നെ നമ്മൾ ഇവിടുത്തെ വേസ്റ്റ് വണ്ണം എടുക്കണം. വേസ്റ്റ് വണ്ണം എത്രയുണ്ടെന്ന് നോക്കിയിട്ട് വേസ്റ്റ് വണ്ണം എടുക്കണം. പിന്നെ നമുക്ക് എടുക്കേണ്ടത് ഇവിടെയാണ് ഈ ബട്ടക്സിൻ്റെ ഭാഗം. നമ്മൾ കൃത്യമായിട്ട് അളവെടുക്കുമ്പോൾ
ഇങ്ങനെ എടുത്തിട്ട് ചുറ്റളവ് എടുക്കണം. പക്ഷെ നമ്മളിത് ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് ലൂസ് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ അളവ് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉരച്ച് നോക്കണം. അതായത് എവിടെയെങ്കിലും തട്ടുന്നുണ്ടോ എന്ന്. കാരണം സ്ത്രീകളാണ്, പെർഫെക്റ്റ് ഉള്ളവരാണ്. അപ്പോൾ അവർ ഇവിടെ നമ്മൾ അളവെടുത്ത് നോക്കുമ്പോൾ ഇവിടെ ടൈറ്റ് ആവും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ മീറ്റർ വെച്ചിട്ട് ഒരല്പം ലൂസ് ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ച് ഇവിടെ വരെ ഒഴുകി പോകുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് വേണം അളവ് കറക്റ്റായിട്ട് എടുക്കാൻ. അല്ലാതെ നിങ്ങൾ ടൈറ്റ് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വണ്ണം ടൈറ്റ് ആവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പിടിച്ചിട്ട് ലൂസ് വെച്ച് പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഈ വിരൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എടുത്ത് നോക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ടൈറ്റ് ആവുന്നില്ലെങ്കിൽ അത് നമ്മളെ വണ്ണം കറക്റ്റായിട്ട് എടുക്കാം. എപ്പോഴും വണ്ണം 1 ഇഞ്ച് കൂട്ടിയിട്ട് വേണം എടുക്കാൻ. പാൻറ്റൊക്കെ എടുക്കുമ്പോൾ തീരെ കുറച്ച് കളയരുത്. അപ്പം നമുക്കറിയാലോ ഈ പാൻറ്റ് വേണം. അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പാൻറ്റ് പോക്കറ്റ് 2 വിധമുണ്ട്. അതായത് ഈ പോക്കറ്റ് നമുക്ക് ഇതിനോട് ചേർന്ന്, ഈ തയ്യലിനോട് ചേർന്നിരിക്കുന്ന പോക്കറ്റുണ്ട്. കുറച്ച് റൗണ്ടായിട്ട് വളച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന പോക്കറ്റുണ്ട്. അപ്പോൾ റൗണ്ടായിട്ട് വളച്ചെടുക്കുന്ന പോക്കറ്റാണ് നമുക്ക് ഇതിന് വെട്ടാനുള്ളത്. കേട്ടല്ലോ? അപ്പം നമുക്കിതിന് റൗണ്ടായിട്ട് വളച്ചിരിക്കുന്ന പോക്കറ്റ് വെട്ടാം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ, ഈ 13 ഇഞ്ച്, 13ഉം 2 15 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇത് ഇങ്ങനെ, അതായത് പാൻറ്റിൻ്റെ എടുക്കുമ്പോൾ നമ്മളൊരു 2.5 ഇഞ്ച് വളച്ചെടുത്ത് കൊടുക്കണം. 2.5 ഇഞ്ച് കറക്റ്റ് 2.5 ഇഞ്ചിൽ സ്ക്വയർ, നമ്മൾ ബ്ലൗസിൻ്റെ ഒക്കെ കഴുത്ത് വെട്ടുമ്പോൾ സ്ക്വയറായിട്ട് വെട്ടിയിട്ട് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് ആ റൗണ്ടിൽ കൂടെ ഇങ്ങനെ വെട്ടി ഇങ്ങനെ പോരണം. ഇവിടെ 1/2 ഇഞ്ച് കൂടെ കൂടി കിടന്നുണ്ട്. കാരണം ഈ പോക്കറ്റ് നമ്മൾ വെട്ടുമ്പോൾ കണക്കാവും. അപ്പോൾ ഈ 2.5 ഇഞ്ച് കണക്കാക്കി ഇങ്ങനെ പോന്നാൽ മതി. അതായത് ഈ കാല് വണ്ണം എത്ര ഇഞ്ച് നമുക്ക് വേണമോ 28 എടുത്തു. ഈ 28 എടുത്തിട്ട് നമ്മൾ ഇവിടെ അതേപോലെ 28 എടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ 2.5 ഇഞ്ച് ഇവിടെ നിന്ന് ഈ പാൻറ്റിൻ്റെ എൻഡ് വളയ്ക്കാനുള്ള ഭാഗത്തു നിന്ന് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. ആ 2.5 ഇഞ്ച് ഇവിടെ 2.5 ഇഞ്ച് 3 ഇഞ്ച് എടുക്കാം. കാരണം ഇവിടെ നിന്ന് കുറച്ച് വന്നിട്ട് ഇവിടെ എത്തി കൂട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ 3 ഇഞ്ച് എടുക്കാം. 3 ഇഞ്ച് എടുക്കുമ്പോൾ ഈ വളച്ച് ഈ സ്ക്വയറായിട്ട് നമ്മൾ വരച്ചതിന് നമ്മൾ കഴുത്ത് വളച്ച് വെട്ടും പോലെ ഈ വളച്ച് ഇവിടം വരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് വെട്ടാം. ദയവ് ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം നിങ്ങൾ ഫുള്ളായിട്ട് കാണണമെന്നൊരു അപേക്ഷയുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ഇതൊന്ന് ഇട്ട് കേൾക്കുകയോ ഒന്ന് കാണാൻ ശ്രമിക്കുകയോ ചെയ്താൽ നിങ്ങൾക്കൊരു മെഷീൻ ഉണ്ടെങ്കിൽ ഇപ്പം ഒരു പാൻറ്റ് തയ്ക്കണമെങ്കിൽ 200 രൂപ 250 രൂപ കൊടുക്കണം. നിങ്ങൾക്ക് എന്ത് ഈസി ആയിട്ട് വീട്ടിൽ നിങ്ങൾ അളവിന് തയ്ച്ച് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ കൊള്ളും. അപ്പം നമ്മളിവിടെ നിന്ന് വെട്ടണം. ഇത് ഒരു പീസാണ് കേട്ടോ. ഇത് ഫ്രണ്ട് പീസാണ്, ബാക്കല്ല, ഫ്രണ്ടാണിത്. ശ്രദ്ധിച്ചോളുക, ഇത് ഫ്രണ്ടാണ്. ബാക്ക് പീസ് വെട്ടുമ്പോൾ നമ്മൾ 1 ഇഞ്ച് കൂട്ടി വെട്ടണം. ഈ 2ആയിട്ട് 4 പീസായിട്ട് തയ്ക്കുന്ന പാൻറ്റിന് നമ്മൾ 1 ഇഞ്ച് കൂട്ടി വെട്ടണം. ഇത് 2 ഫ്രണ്ട് പീസാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫ്രണ്ട് പീസാണ്. ഇനി ഫ്രണ്ട് പീസ് നമുക്ക് ചെയ്യേണ്ടത് ഇതിപ്പോൾ 2 ഇഞ്ച് നമ്മൾ എന്തിന് ഇലാസ്റ്റിക്കിന് വിട്ടിട്ടുണ്ട്. ഇലാസ്റ്റിക് അടിക്കാനായിട്ട് 2 ഇഞ്ച്. അപ്പോൾ 1.5 ഇഞ്ച് ഇലാസ്റ്റിക് ആയിരുന്നാലും 1 ഇഞ്ച് ഇലാസ്റ്റിക് ആയിരുന്നാലും ഇതിന് നമ്മളിപ്പോൾ 2 ഇഞ്ച് വിട്ടാൽ ഇതിപ്പോൾ ഇത്രയും ഇങ്ങനെ മടക്കിയിട്ട് ഇതിനകത്ത് കയറ്റി അടിക്കാം. നമുക്ക് ഇലാസ്റ്റിക് കുഴപ്പമില്ല. 2 ഇഞ്ച് നമ്മളിവിടെ നീളത്തിനെടുത്തിട്ടുണ്ട് അതിന്. അപ്പോൾ ഇതങ്ങനെയായി. എന്നിട്ട് നമ്മളിവിടെ പോക്കറ്റിന് ഇനി നമുക്ക് ഇതിൻ്റെ പോക്കറ്റ് വെട്ടാം. പോക്കറ്റ് വെട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോൾ നമ്മൾ 2 ഇഞ്ച് ഇലാസ്റ്റിക്കിന് വെച്ചിട്ടുണ്ട് അല്ലേ? ഇലാസ്റ്റിക്. അപ്പോൾ പോക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കുറച്ച് ഇതിൽ പോക്കറ്റ് ഉണ്ടോ നോക്കിയിട്ട് ഉണ്ട്. ഇതിൽ പോക്കറ്റ് എന്ന് പറയുമ്പോൾ കണ്ടോ നമുക്ക് കുറച്ച് ഇങ്ങനെ ഭാഗം ഈ കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നത്. ഇലാസ്റ്റിക്കും പോയിട്ട് ഒരല്പം കൂടെ താഴ്ത്തിയാണ് പോക്കറ്റ് വരുന്നത് അല്ലേ? അപ്പം നമുക്ക് ഇലാസ്റ്റിക് ഇവിടെ ഉണ്ട്. ഇലാസ്റ്റിക്കിൻ്റെ താഴെയാണ് പോക്കറ്റ് വരുന്നത്. ഒരു 6 ഇഞ്ച് നമ്മൾ പോക്കറ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് വെച്ചടിക്കാനുള്ള വിട്ടിട്ട് 6 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ 6 ഇഞ്ച് താഴ്ത്തി കൊടുക്കണം. ചരിച്ച് വെട്ടിക്കൊടുക്കണം. അതായത് ഇങ്ങനെ വെട്ടണം. കണ്ടല്ലോ, ഇങ്ങനെ വെട്ടണം. അപ്പം ഇങ്ങനെ വെട്ടുമ്പോൾ ഇത് ഫ്രണ്ട് പീസാണ്, ബാക്ക് പീസല്ല, ഫ്രണ്ടാണ്. ഓർത്തോണം, ഇത് ഫ്രണ്ടാണ്. അപ്പം നമ്മൾ 6 ഇഞ്ച് ചരിച്ച് വെട്ടിക്കൊടുക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഒരല്പം ഇങ്ങനെ ചരിച്ച് കൊണ്ടുപോകാം. അതായത് വേണമെങ്കിൽ മതി, അത് നിർബന്ധമില്ല. പക്ഷേ ഇവിടെ കുറച്ച് വളഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ ഭംഗി. അപ്പോൾ നമ്മളിവിടെ
ഇലാസ്റ്റിക് പോയിട്ട് 6 ഇഞ്ച് നമ്മൾ എടുക്കും. 6 ഇഞ്ച് എടുക്കുമ്പോൾ നമ്മളിവിടെ തയ്ച്ച് വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു 5 ഇഞ്ചേ കിട്ടുള്ളൂ. അതായത് ഇവിടെ നിന്നിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് പോവും, ഈ ഇലാസ്റ്റിക്കിൻ്റെ തയ്യൽ ഇവിടെ പോകും. അപ്പോൾ ഇത്രയും നമുക്ക് കൈ അകത്തേക്ക് ഇടാനുള്ള സ്പേസ് കിട്ടും. ഇങ്ങനെ വരും, ഇതല്ല ഇങ്ങനെ വരും നമുക്ക്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനി ബാക്ക് പീസ് വെട്ടിയെടുക്കാം. ഇത് കണ്ടോ, ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ബാക്ക് പീസ് വെട്ടിയെടുക്കാം. ബാക്ക് പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് തിരിച്ചെടുക്കാം. കണ്ടോ, ഈ തുണിക്ക് നമുക്കറിയാം ഇപ്പം ഇങ്ങനെയാണ് ഈ പീസ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഈ പീസ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടല്ലോ, ഇങ്ങനെ കിട്ടുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ വെച്ചിട്ട് കാണാവോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ പീസ്, അതായത് ഈ ചെറിയ വശം ഇപ്പുറത്തോട്ടാക്കണം. കേട്ടോ, എന്നിട്ട് നമ്മൾ ഇത്രയും പീസ് ഇങ്ങോട്ട് മാറ്റിയിടണം. അത് നമുക്ക് പോക്കറ്റിന്, പട്ടയ്ക്കോ എന്തിനെങ്കിലുമൊക്കെ എടുക്കാം. ചിലപ്പോൾ ഇതിപ്പോൾ തുണിയുണ്ട്, തുണി ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ തുണി, ഇതിൻ്റെ എൻഡ് കണ്ടോ, ഈ വെട്ടിൻ്റെ എൻഡ് നമുക്ക് വേസ്റ്റ് ആക്കാതെ നമുക്കിങ്ങനെ പിടിക്കാം. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബാക്ക് പീസ് വെട്ടുമ്പോൾ 1 ഇഞ്ച് കൂട്ടിയാണ് വെക്കുക. 1 ഇഞ്ച് നമ്മൾ കൂട്ടി വെട്ടണം ബാക്ക് പീസ്. അപ്പം നമുക്കിതിന് വരയ്ക്കാൻ എളുപ്പമാണ്. ഇവിടെ നിന്ന് 1 ഇഞ്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ പോക്കറ്റിന് വെട്ടിക്കളഞ്ഞ ഭാഗം ഇതിന് വേണ്ട. അപ്പം നമ്മൾ ഇതിന് സ്ട്രെയിറ്റായിട്ട് തന്നെ വെട്ടിക്കൊടുക്കണം. ബാക്കിലേക്ക് പോക്കറ്റ് വെട്ടണ്ട, സ്ട്രെയിറ്റായിട്ട് വെട്ടണം. അപ്പം നമ്മൾ ഇവിടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കും. അതായത് 1 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കും. എന്നിട്ട് അതിനെ നമ്മൾ വരച്ചു. നമ്മൾ ബാക്ക് പീസാണ്, ഫ്രണ്ട് പീസ് ഞാൻ ഇത് സ്റ്റാൻഡിൽ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വെച്ചത്. ഇത് നമ്മളിതാ കണ്ടല്ലോ, ഇത് നമ്മളിവിടെ ഇങ്ങനെ വളച്ച് വളച്ചല്ലോ, ഇലാസ്റ്റിക്കിന് വേണ്ടിയാണ് ഇവിടെ നമ്മളിങ്ങനെ വെട്ടിയിട്ടുള്ളത്. ഇത് പോക്കറ്റിനാണ്. ഇലാസ്റ്റിക്കിന് 2 ഇഞ്ച് പോയിട്ട് ഇത് പോക്കറ്റിന് നമ്മളിവിടെ 6 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ തൊട്ടാണ് പോക്കറ്റ് തുടങ്ങണം, അറിയാമല്ലോ. പക്ഷേ ഈ ബാക്ക് പീസിൽ നമ്മളിത് ഒരിക്കലും വെട്ടാതെ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിയെടുക്കണം. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കണം. കാരണം ഈ പോക്കറ്റിൽ ഒരു പീസ് നമ്മളിവിടെ വെച്ചടിച്ച് ഇതുമായിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും, മനസ്സിലായല്ലോ. ഈ പോക്കറ്റിൽ നമ്മൾ ഈ ഫ്രണ്ട് പീസിൽ ഒരു പീസ് വെച്ച് മറച്ചു അടിക്കും, ഒരു പീസ് വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇത്രയും ദൂരം കൂടെ നമ്മൾ അടിച്ചെടുക്കും. അതായത് ഈ പോക്കറ്റിന് ഇത്രയും ദൂരം കൂടെ നമ്മളൊരു പോക്കറ്റ് ഒരു പീസ് അടിച്ചെടുക്കും. അതായത് ഇതിൻ്റെ വെച്ചിട്ട് തന്നെ നമുക്കൊരു പീസ് കൂടെ ഇവിടെ അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പീസ് നമ്മൾ ഫ്രണ്ട് പീസ് മാത്രമേ വെട്ടാവൂ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടി ഇതുവരെ എടുത്തിട്ടുണ്ട്, സെയിം അളവിന്. ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്കും ഇത് മടക്കി പോകുന്ന വശമാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ 1 ഇഞ്ച് കൂട്ടിയാണ് വെട്ടിയിട്ടുള്ളത്. 1 ഇഞ്ച് നമ്മൾ ഇവിടെ നിങ്ങറ്റം വരെ 1 ഇഞ്ച്, ഇവിടുത്തെ പീസ് ഇതായിരിപ്പുണ്ട്, 1 ഇഞ്ച് നമ്മൾ കൂട്ടിയാണ് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. ഓക്കെ, അപ്പം നമുക്കിത് വെട്ടിയെടുക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ വെട്ടിയത് കൊണ്ട് നമുക്ക് ഈ ഒരു പീസ് പോക്കറ്റിനൊക്കെ കിട്ടും കേട്ടോ. പോക്കറ്റിനൊക്കെ നമുക്ക് ആ ഒരു പീസ് കിട്ടും. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിയെടുക്കുകയാണ്. പീസ് വെട്ടിയെടുക്കുന്നു. എപ്പോഴും നമ്മൾ ബാക്ക് പീസ് 1 ഇഞ്ച് കൂട്ടി തന്നെ വെട്ടിയെടുക്കണം. കാരണം നമുക്ക് എപ്പോഴും ബാക്ക് വണ്ണം കൂടുതലാണല്ലോ. അപ്പോൾ 1 ഇഞ്ച് കൂട്ടി വെട്ടിയില്ലെങ്കിൽ പിടിക്കും, 2 സൈഡും കൂടെ ഒരുപോലെ ആയാൽ പിടിക്കും. അപ്പം നമ്മളിതാ ഇങ്ങനെയാണ് വെട്ടിയിട്ടുള്ളത്. ഇത് ബാക്ക് പീസ് നമ്മളിങ്ങനെ ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണ് വെട്ടിയിട്ടുള്ളത്. നമുക്ക് ഇനി ഇതിൻ്റെ പോക്കറ്റ് വെട്ടാം. അപ്പം നിങ്ങൾക്കിത് മനസ്സിലാവും. ഇതിൻ്റെ പോക്കറ്റ് വെട്ടിയാലോ? പോക്കറ്റ് നമുക്ക് 2 സൈഡിലും 4 പീസാണ് വേണ്ടത്. ഉള്ളിലൊരു ഭാഗം മടക്കി പോവും. പിന്നെ നമുക്ക് 2 പീസ് വെച്ച് ഇതിനെ കവർ ചെയ്ത്, അതായത് ഈ വെട്ടിക്കളഞ്ഞിട്ടുള്ള ഭാഗം കൂടെ അടിക്കാൻ. അപ്പം 4 പീസാണ് പോക്കറ്റ് വേണ്ടത്. പോക്കറ്റ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് അളവെടുക്കേണ്ടത്, പോക്കറ്റിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഇത്രയും
നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു 10 ഇഞ്ചോളം, അതായത് 2 ഇഞ്ച് പോയി, അല്ല 9 ഇഞ്ചോളം ഉണ്ട്. അപ്പം നമുക്ക് 2 ഇഞ്ച് പോയി, 2 ഇഞ്ച് ഇലാസ്റ്റിക്കിൻ്റെ പോയി, 6 ഇഞ്ച് പോക്കറ്റിൻ്റെ കൈയിടാനും പോയിട്ട് പിന്നെ ഒരു 4, അപ്പോൾ ഒരു 14 ഇഞ്ചിട്ട് പോക്കറ്റിന് 14 ഇഞ്ച് നീളം വേണം, ഇത് ഉൾപ്പെടാം. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കുന്നതിന് പോകും. പിന്നെ നമുക്ക് 6 ഇഞ്ച് കൈ ഇടുന്നതിന് ഓപ്പൺ ഭാഗത്ത് പോവും. ബാക്കി നമുക്കൊരു മൊബൈലോ എന്തെങ്കിലും ഇടാൻ കണക്കിന്. അപ്പം നമുക്കൊരു 14 ഇഞ്ചിട്ട് നമുക്ക് പോക്കറ്റ് വെട്ടാം. 14 ഇഞ്ച് നീളവും നമുക്കൊരു 6 ഇഞ്ച് വീതിയാണ് പോക്കറ്റിന് എടുക്കുന്നത്. 14 ഇഞ്ച് വീതിയും നീളവും 6 ഇഞ്ച് വീതിയും. അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്ക്വയറായിട്ട് വെട്ടിയെടുക്കാം. 4 പീസായിട്ട് തന്നെ വെട്ടിയെടുക്കണം കേട്ടോ. 4 പീസായിട്ട് തന്നെ നമ്മളിത് വെട്ടിയെടുക്കണം. 4 പീസായിട്ട് തന്നെ നമ്മളിത് വെട്ടിയെടുക്കണം. ഇതിപ്പം 14 ഇഞ്ച് നീളം 6 ഇഞ്ച് വീതിയുള്ള 4 പീസാണ്. അപ്പോൾ ഇതിൽ 2 പീസ് നമ്മളങ്ങ് മാറ്റുന്നു. 2 പീസ് വേണ്ട. ഈ 2 പീസ് എടുത്തിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പീസുമായിട്ട് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വെട്ടിയെടുക്കുന്നു. അതായത് നമ്മൾ ഇതേപോലെ വെട്ടിയെടുക്കുന്നു. ഇത് കുറച്ച് ഞാൻ തയ്യൽ തുമ്പ് അടിച്ച് പോകും കേട്ടോ. അപ്പോൾ കുറച്ച് പോക്കറ്റ് നീളം വരും. നമ്മളിവിടെ ഇതേപോലെ വെട്ടിയെടുക്കുന്നു. ഇത് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നറിയാമോ? അടിച്ച് മറിച്ചിട്ടെടുക്കും. മറിച്ചിട്ടെടുത്തതിന് ശേഷം ഈ പീസ് ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കും. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിൻ്റെ കറക്റ്റ് അളവിന് കിട്ടും. അപ്പോൾ ഈ വെട്ടിപ്പോയ ഭാഗം ഇതുപോലെ കിട്ടും. കണ്ടല്ലോ, ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ മറിച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കും. ഈ പീസ് നമ്മളിവിടെ വെച്ച് അടിച്ച് അതിൻ്റെ ആ വെട്ടിക്കളഞ്ഞ ഭാഗം ഫിനിഷ് ചെയ്യും. നമ്മളത് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ഞാൻ തയ്ച്ച് കാണിക്കാൻ എനിക്ക് നാളെ ഒരു ദിവസം സമയം തരണം. എനിക്ക് സമയമില്ല. ഇന്ന് എനിക്ക് വേറെ എമർജൻസി കുറച്ച് വർക്കുണ്ട്. അത് ടോപ്പൊക്കെയാണ്. നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നാൽ ഇപ്പം മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.